ശ്രീ. ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യാനാണ് പ്രധാനമായും ഇന്ന് ഈ FB ലൈവ് പോകാൻ ഞാൻ നിശ്ചയിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി LDFനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചില പരാമർശങ്ങൾ ഒരുപക്ഷെ ഇന്നലകളിൽ പരിചിതമല്ലാത്ത ഭാഷയും പ്രയോഗത്തോടും കൂടി സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയോട് കാണിക്കുന്ന പ്രതിപക്ഷ ബഹുമാനത്തിന്റെ തലം പോലും വിട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതിന് മറുപടി പറയുക എന്നുള്ളതല്ല ഈ FB ലൈവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെങ്കിലും അത് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് വിശദമായിട്ടുള്ള ചർച്ച. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആദ്യം പരസ്യമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചത് LDFന്റെ സ്ഥാനാർത്ഥിയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളിയെ ഞാൻ ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. നമുക്ക് വെല്ലുവിളി വേണ്ട, സംവാദമാകാം, പൊതുചർച്ചയാകാം, എവിടെ വെച്ച് വേണമെങ്കിലും ആകാം എന്ന് ഞാൻ സമ്മതിച്ചു. വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തെ MP-യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ രേഖയാണ് MP ലൈവ് at 24/7 എന്ന പേരിൽ പൊതുസമൂഹത്തിന് മുമ്പേ പ്രസിദ്ധീകരിച്ചു, പ്രകാശനം ചെയ്തു. സമഗ്രമായിട്ടുള്ള രേഖയാണ് 10 വർഷക്കാലത്തെ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ, നിയോജക മണ്ഡലത്തിലേത്, പാർലമെന്ററി രംഗത്തെ പെർഫോമൻസ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ പിൻബലത്തോടുകൂടി കൃത്യതയോടുകൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പബ്ലിക് ഡൊമൈനിലുള്ള ഈ ഡോക്യുമെന്റ്. അതിനെ സംബന്ധിച്ച് സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് പരസ്യമായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ മറുപടി സംവാദമല്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ചു പോവുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംവാദത്തിന് ഞാൻ തയ്യാറാകുന്നില്ല, ഞാൻ ഒളിച്ചു പോവുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥിയോട് വളരെ വിനയപുരസ്സരം ആവർത്തിച്ചറിയിക്കുന്നു, അങ്ങ് നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും വന്ന് 8 വർഷക്കാലം MLA എന്ന നിലയിൽ താങ്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനവും 10 വർഷക്കാലത്തെ MP എന്ന നിലയിലുള്ള പ്രവർത്തനവും നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വിലയിരുത്താം. ആ ചർച്ചയ്ക്ക് 100% ഞാൻ തയ്യാറാണ്. അപ്പൊ LDF ചർച്ചയ്ക്ക് വിളിച്ചു, ഞാൻ ചെല്ലുന്നില്ല. ഇപ്പം മത്സരിക്കുന്നത് നമ്മൾ 2 സ്ഥാനാർത്ഥികളല്ലേ പബ്ലിക്കിന്റെ മുമ്പിൽ പ്രധാനമായിട്ടുമുള്ളത്. പാർലമെന്റിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ പബ്ലിക് അറിയട്ടെ നിങ്ങൾ ചെയ്തത്, ഞാൻ ചെയ്തത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ സംവദിക്കാൻ പല ചാനലുകളും 3 സ്ഥാനാർത്ഥികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചല്ലോ. എന്താ ചർച്ച നടക്കാതെ പോയത്? ആരുടെ അസാന്നിധ്യം കൊണ്ട് ആ ചർച്ചകൾ ഉപേക്ഷിക്കപ്പെട്ടത്? ഇപ്പൊ സംവാദത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരോ ജനങ്ങളോ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ട് ആ സംവാദത്തിന് തയ്യാറാണ്. അത് ബഹുമാനപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥിയുമായി 1-to-1 ഡിസ്കഷന് മാധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ വികസന രേഖയുടെ അടിസ്ഥാനത്തിൽ, അങ്ങ് പ്രസിദ്ധീകരിച്ച രേഖയുടെ അടിസ്ഥാനത്തിലുള്ള ഡിസ്കഷന്, ഡിബേറ്റിന് വളരെ കൃത്യമായി ഞാൻ പറയുന്നു തയ്യാറാണ്. പിന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 5 മിനിറ്റ് പോലും ഒരു സ്വീകരണ പോയിന്റിൽ നിൽക്കുന്നില്ല, ഒളിച്ചോടുകയാണ് ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഭയന്നു. അദ്ദേഹം മനസ്സിലാക്കണം, ഞാൻ മാർച്ച് 2-ാം തീയതി എൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചതാണ്. ഇന്ന് ഏപ്രിൽ മാസം 15ആയി. ഞങ്ങളുടെ സ്വീകരണ പരിപാടി തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ബൂത്തിൽ ശരാശരി ഒരു സ്വീകരണ കേന്ദ്രം വെച്ചിട്ടാണ്. 1219 ബൂത്തുകളിലും സന്ദർശിച്ച് പര്യടനം നടത്തി ജനങ്ങളുമായി നേരിട്ട്, വാഹനത്തിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്, ഇറങ്ങി ജനങ്ങളുമായി നേരിട്ട് കണ്ട് മുഖതാവിൽ വർത്തമാനം പറഞ്ഞ് സംവദിച്ചാണ് പോകുന്നത്. 10,000-കണക്കിന് ജനങ്ങളുമായി ആദ്യത്തെ 1 മാസക്കാലം കടകമ്പോളങ്ങൾ കയറിയിറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണ ജനങ്ങളുമായി നേരിട്ട് മുഖതാവിൽ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരം പറഞ്ഞുമാണ് പോയത്. വാഹനത്തിൽ സഞ്ചരിച്ച് കൈകാണിച്ചു പോവുകയായിരുന്നില്ല ഞാൻ. ജനങ്ങളുമായി മുഖാമുഖം നേരിൽ സംവദിച്ച് ആശയവിനിമയം നടത്തി വോട്ടഭ്യർത്ഥിച്ചു പോവുകയാണ്. അല്ലാതെ വാഹനത്തിൽ കൈകാണിച്ച് പറന്നു പോകുന്ന ഏർപ്പാടല്ല.
ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് ഒഴിഞ്ഞു മാറുകയുമല്ല, വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയും. പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 1.5 മാസക്കാലമായി ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ് ഞാൻ. അപ്പൊ ഈ വികസന രേഖ അല്ലെങ്കിൽ MP ലൈവ് അറ്റ് 24/7 ആ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ചില പരാമർശം. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഏറ്റെടുക്കുന്നു. ഒരു വലിയ പോരായ്മയായിട്ട് സൂചിപ്പിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട 21 പിന്നെ 40 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ആധുനികവൽക്കരിച്ച് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന്റെ പട്ടികയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെട്ടതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല അതിനകത്തുള്ള മോശം എന്താണ് പരാമർശം, എന്താണ് അതിനകത്ത് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ബൈപ്പാസിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ബാങ്ക്, അച്ചൻകോവിൽ പോലെയുള്ള ആദിവാസി സമൂഹം താമസിക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലും കൊമേഴ്സ്യലി വയബിൾ അല്ലാത്തൊരു പ്രദേശത്ത് ഒരു ATM കൗണ്ടർ വേണമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാങ്ക്, ഫുൾ ഫ്ലെഡ്ജഡ് ബാങ്ക് തന്നെ അനുവദിച്ചു. അതവിടുത്തെ പ്രദേശത്ത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായത് വികസന പദ്ധതികളിലെങ്കിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ എന്താ അപകട. അപ്പൊ റെയിൽവേയും ഹൈവേയും ബൈപ്പാസും ബാങ്കും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും സംരംഭങ്ങളും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിക്കുന്നതിന് നേതൃപരമായ പങ്കുകൊടുത്തത് വികസന പരിപ്രേക്ഷ്യത്തിന്റെ ഭാഗം വരില്ല എന്നൊക്കെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഏതായി വികസനത്തിന്റെ പരിപ്രേക്ഷ്യം വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞ 1-to-1 ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ 1-to-1 ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അതിന് തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില്ലിംഗ് ആണ്, 100% വില്ലിംഗ് ആണ് ചർച്ച ചെയ്യാൻ. LDF-ഉം UDF-ഉം വേറെ ചർച്ച ചെയ്യട്ടെ. നമ്മൾ 2 സ്ഥാനാർത്ഥികളാണല്ലോ ഇപ്പൊ പൊതുമണ്ഡലത്തിലുള്ളത്. ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്, വോട്ട് വാങ്ങി പാർലമെന്റിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് നമ്മൾ 2 പേരുമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് 2 പേർ കൂടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാം. പിന്നെ അല്ലാതെ കുറെ പരാമർശങ്ങളൊക്കെ നടത്തി. ഒരു MP ഇങ്ങനെയാണോ കല്യാണ വീട്ടിൽ പോയി സദ്യ വിളമ്പുകയും ഷർട്ടിന്റെ ബട്ടൺസ് ഊരി തോളത്ത് കൈയിട്ട് അവരുമായൊക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നതാണോ? ഇതാണോ ഒരു MP-യുടെ പ്രവർത്തനം എന്ന് അങ്ങയെപ്പോലെ ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഞാൻ അതിന്റെ ഒന്നും മറുപടി ഈ അവസരത്തിൽ പറയുന്നില്ല. ഏതായാലും കല്യാണ വീട്ടിൽ പോയി സദ്യ വിളമ്പുന്നതും മറ്റു പ്രവർത്തനങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ജനങ്ങളുമായി നേരിട്ട് മുഖാമുഖം സംവദിക്കുകയും അവരുമായി ഇടപെടുകയും ചെയ്യുകയാണ്. ടെലിഫോൺ വിളിച്ചാൽ അവർക്കെല്ലാം 24/7 ഞാൻ ടെലിഫോണിൽ അവൈലബിൾ ആണ്. അർദ്ധരാത്രി ആയാലും രാവിലെ ആയാലും കൊച്ചുവെളുപ്പാങ്കാലത്തായാലും അവൈലബിൾ ആണ്. എനിക്കതിനകത്ത് ഒരു അസ്വാരസ്യവുമില്ല. അവരുമായിട്ടൊക്കെ നേരിട്ട് സംവദിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, ഒരു MP ഇങ്ങനെ ആയിരിക്കണമോ, ഇതാണോ MP-യുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് MP-യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിഹസിക്കുമ്പോൾ, എന്നിട്ട് പരിഹാസ്യമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഞാൻ കൂടുതലായി അതിലേക്കൊന്നും കടന്നു പോകാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഏതായാലും വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാർലമെന്റ് അംഗമെന്ന നിലയിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് ഏത് തരത്തിലുള്ള ഡിബേറ്റിനും ഡിസ്കഷനും തയ്യാറാണ്. കൃത്യമായ ഡേറ്റയുടെ പിൻബലത്തോടു കൂടിയാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖ, ആ രേഖ വിശദാംശങ്ങളില്ലെങ്കിൽ പോലും ഓരോ പദ്ധതിയും നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിന്റെ ഡിസ്ക്രിപ്റ്റൻസി ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാങ്കടവ് കുടിവെള്ള പദ്ധതി. ഞാങ്കടവ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആദ്യം കൊല്ലം കോർപ്പറേഷൻ അമൃത് സ്കീമിൽ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല. ശ്രീ വെങ്കയ്യ നായിഡു മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് സബ്മിഷൻ ഉന്നയിച്ചു, നിവേദനം കൊടുത്തു. കൊല്ലം കോർപ്പറേഷനും പിന്നീട് തൃശ്ശൂർ കോർപ്പറേഷനും ഞങ്ങൾ കൂട്ടായി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചു, അമൃത് സ്കീമിൽ വന്നു. ആ അമൃത് പദ്ധതി അനുസരിച്ചിട്ടാണ് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അത് കൊല്ലം നഗരത്തിന് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ശരിയാണ്, 235 കോടി രൂപ കിഫ്ബിയിലെ ഫണ്ടുണ്ട്, ബാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിന്റെ മാത്രമല്ല, ഇരവിപുരം നിയോജക മണ്ഡലം ഏതാണ്ട് പൂർണ്ണമായും ശക്തികുളങ്ങര പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ശക്തികുളങ്ങര മേഖലയുടെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള, അതെങ്ങനെയാണ് ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെതായി അതിൽ അങ്ങയുടെ റോൾ എന്താ ഞാങ്കടവ് കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിൽ? അപ്പൊ ഇരവിപുരം MLA ആ കാര്യത്തിൽ അപ്രസക്തമായി മാറുകയാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുമ്പോൾ?
ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും മൂലം വേറൊരെണ്ണം തൃക്കരുവ പനയം സമഗ്ര കുടിവെള്ള പദ്ധതി. ഞാനത് പരിശോധിച്ചു. അതും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരുവ, പെരിനാട്, മൺട്രോത്തുരുത്ത്, പനയം. തൃക്കരുവ, പനയം, മൺട്രോത്തുരുത്ത്, പെരിനാട് ഈ 4 പഞ്ചായത്തുകൾക്ക് ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു കുടിവെള്ള സംരംഭമാണ് ഇപ്പോൾ ഭരണാനുമതി നൽകിയിട്ടുള്ളത്. 12/4/2024, അതായത് 2024 ഏപ്രിൽ മാസം 12-ാം തീയതി ജൽജീവൻ മിഷന്റെ വെബ്സൈറ്റ് അനുസരിച്ച് കൃത്യമായി പറയുന്നുണ്ട്, പനയത്തേക്ക് 6.044 കോടി രൂപയുടെ ഭരണാനുമതിയും തൃക്കരുവായ്ക്ക് 2.44 കോടി രൂപയുടെ ഭരണാനുമതിയും ഉൾപ്പെടെ മൊത്തം 8.484 കോടി രൂപയുടെ ഭരണാനുമതിയാണ് 12/4 ഏപ്രിൽ മാസം 12 വരെ ജൽജീവൻ മിഷൻ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് 54 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ. അതെന്ന് പറഞ്ഞ മൺട്രോത്തുരുത്തിന്റെയും പെരിനാട് പഞ്ചായത്തിന്റെയും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ പറയുന്നത്, ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി ഈ 4 പഞ്ചായത്തുകൾക്ക് വേണ്ടി നടത്തുന്ന സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെയും ഏറ്റെടുക്കുന്നതിലൊന്നും ഒരു തടസ്സമില്ല. എന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണി. വിശദമായി വേണമെങ്കിൽ നമ്മൾ ഡിബേറ്റിന് വരികയാണെങ്കിൽ ഞാൻ അപ്പം മുഴുവൻ കാര്യങ്ങളും പറയാം. ഇതൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. അവിടെയും ഈ പറയുന്ന 8.484 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച സ്ഥലത്ത് മൺട്രോത്തുരുത്ത് പഞ്ചായത്തും പെരിനാട് പഞ്ചായത്തും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡേറ്റ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, ജൽജീവൻ മിഷനാണ്. ഇനി സിറ്റി ഇംപ്രൂവ്മെന്റ് സ്കീം, അതിനകത്താണല്ലോ 435 എത്രയോ കോടി രൂപ സിറ്റി ഇംപ്രൂവ്മെന്റ് സ്കീമിന്റെ ഭാഗമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് 365 കോടി. സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം നിയോജക മണ്ഡലം മാത്രമാണ്. കൊല്ലവും എരവിപുരവും ഈ ശക്തികുളങ്ങര ഉൾപ്പെടെ ഉള്ള ഈ പ്രദേശങ്ങളാകെ കൂടി ചേർന്നല്ലേ കൊല്ലം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് സ്കീം. അതിനകത്ത് 435 കോടി രൂപയും ഈ 1746 കോടി രൂപയുടെ ഉൾപ്പെടുത്തി എങ്ങനെയാണ് ഈ കണക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുക? ഇനി നാലാമത്തത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതിനുണ്ട്, KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡ് പുനരുദ്ധരിച്ചാൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടി, MLA-യുടെ പങ്ക്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചാൽ MP-ക്ക് ഒരു കാര്യമില്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട്. അതെന്തൊരു ഇരട്ടത്താപ്പ! 361 കോടി രൂപ ചെലവഴിച്ച് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന് സമാനമായ നിലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായി വികസിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട്. അത് MP-ക്ക് അവകാശപ്പെടാൻ പാടില്ല. പക്ഷെ KSRTC-യും അല്ലെങ്കിൽ അതുപോലെ ഈ പറയുന്ന അമൃത് കുടിവെള്ള പദ്ധതിയും ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയും ഒക്കെ നടപ്പാക്കുന്നത് MLA അവകാശപ്പെടുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് ഇത്! കേട്ടാൽ വല്ലാത്തൊരു അവസ്ഥ തോന്നിയല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഈ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് സ്കീമിൽ ഇരവിപുരം മണ്ഡലമില്ലേ, ശക്തികുളങ്ങരയില്ലേ, ഇനിയും വേറെ കണക്കുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഈ ഒരു FB ലൈവ് പോകണമെന്ന് ആഗ്രഹം. പിന്നെ നടപ്പാക്കി എന്ന് പറയുന്ന പദ്ധതികളിൽ ഒന്ന് വളരെ രസമാണ്. ഒന്ന്, കല്ലുപാലത്തിന്റെ പുനർനിർമ്മാണം. എത്ര വർഷമെടുത്തു കല്ലുപാലം? 30 മീറ്റർ നീളവും ചെറിയ വീതിയുമുള്ള കല്ലുപാലം പുനരുദ്ധരിക്കാൻ വേണ്ടി. ആ കമ്പോളം കൊല്ലം പട്ടണം തന്നെ ഇല്ലാതായില്ലേ സത്യത്തിൽ? കൊല്ലം പട്ടണത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായിട്ടുള്ള കല്ലുപാലം പുനരുദ്ധരിക്കാൻ എടുത്ത കാലം എത്രയാണ്? ഇനി ഇതിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണല്ലോ ഈ അഷ്ടമുടിക്കായലിൽ അക്കരെ എവിടെ ഇക്കരെ എവിടെ എന്നറിയാതെ പാതി വഴിക്ക് പണി നിർത്തിയിരിക്കുന്ന ഒരു പാലം. ബഹുമാനപ്പെട്ട MLA, ദയവ് ഇത് ജനങ്ങളോട് പറയേണ്ടത്, എവിടെയാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത് ഈ പാലം? എന്താണ് ഇതിന്റെ ഡിസൈൻ? എന്താണ് ഇതിന്റെ പ്ലാൻ? എന്താണ് ഇതിന്റെ എസ്റ്റിമേറ്റ്? ഞങ്ങൾ പറഞ്ഞതല്ലോ, News 24 ശ്രീകണ്ഠൻ നായർ പോയി അതിന്റെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചതല്ലേ? ഒരു നിയമസഭാംഗം എന്ന നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അങ്ങക്ക് ജനങ്ങളോട് പ്രതികരിക്കാൻ കഴിയുമോ? അത് പറഞ്ഞെന്താ പറയുക, ഇപ്പൊ ഞങ്ങൾ തുറക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇത് നിർമ്മിച്ചത്? അഷ്ടമുടിക്കായലിന്റെ മനോഹാരിത തകർത്തു, അവിടുത്തെ ആവാസ വ്യവസ്ഥ തകർത്തു. അതിന്റെ ഓരത്തുകൂടിയാണ് പാലം പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ടമുടിക്കായലിന്റെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടി കീറി മുറിച്ചുകൊണ്ട് ആ പാലം പോകുന്നു. ആ പാലം അഷ്ടമുടിക്കായലിന്റെ മധ്യഭാഗത്ത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇനി തീരുമാനിക്കുമെന്നാണ്, ഇനി അടുത്ത തീരുമാനം ഉടനെ വരുമെന്നാണ്. ഇങ്ങനെയാണ് ഒരു പാലത്തിന്റെ നിർമ്മാണം?
ഒരു ചെറിയ വികസന പ്രവർത്തനം പോലും അതിന്റെ ഡിസൈനും പ്ലാനും ഇംപ്ലിമെന്റേഷനും മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ അഷ്ടമുടി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായലിൽ ഒരു വാട്ടർ സൈക്കിൾ ഒരു പാലം നിർമ്മിച്ച് ഒരു മുനമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഇനി തീരുമാനിക്കും ബാക്കി. പെരുമൺ പാലത്തിന്റെ സ്ഥിതി എന്താ? അക്കരയ്ക്ക് പോകാൻ എന്താണ് തീരുമാനമെന്നറിയാം, അതും പാതുവഴിക്ക് നിൽക്കുകയല്ലേ. ഇതാണോ വികസന പ്രവർത്തനത്തിന്റെ ത്വരിത വേഗത എന്ന് വിശേഷിപ്പിക്കുന്ന? ഇതാണോ? ഞാനിതൊക്കെ പറയാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല, ഇതൊക്കെ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ 361 കോടി രൂപ ചെലവഴിച്ച് പുനരുദ്ധരിക്കുന്ന പ്രവർത്തനം MP അവകാശപ്പെടുന്നത് പരിഹാസ്യമാണ് എന്ന് അങ്ങ് മാധ്യമപ്രവർത്തകരോടും പൊതുയോഗങ്ങളിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചു പറയാതിരുന്നു കഴിഞ്ഞാൽ ഏകപക്ഷീയമായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ നിർബന്ധിതമായത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആശ്രാമം, ലിങ്ക് റോഡ്, 3-ാം ഘട്ടം, 4-ാം ഘട്ടം. എന്താ 3-ാം ഘട്ടവും 4-ാം ഘട്ടവും? അതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും വിശദമായി പോകുന്നില്ല. പല പദ്ധതികളെ എന്നിട്ട് പല പദ്ധതികളെ സംബന്ധിച്ച് ഞാൻ എഴുതിയിരിക്കുന്ന ഭരണാനുമതി കിട്ടിയിട്ടുള്ളതും നടപ്പാക്കാവുന്നതും ആയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് ഇതിനകത്തും അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഈ പറഞ്ഞിരിക്കുന്ന രേഖയിൽ ഓരോ വിഷയവും പരിശോധിച്ചാലും അത് തന്നെയല്ലേ ഉള്ളത്. ഞാനതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടന്നു പോകാനായി. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ആ ചർച്ചയ്ക്ക് തയ്യാറാണ്. പിന്നെ ഏറ്റവും കൂടി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കൊല്ലത്തെ KSRTC ബസ് ഡിപ്പോ എപ്പോൾ വേണമെങ്കിലും തകർന്ന് താഴെ വീഴാൻ കഴിയുന്ന നിലയിൽ കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ എഴുന്നു നിന്ന് അപകടാവസ്ഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളാരുമല്ല, ബഹുമാനപ്പെട്ട MLA, കൊല്ലം MLA അല്ലേ പറഞ്ഞത്. 2017 താങ്കൾ 1 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചു എന്ന് പറഞ്ഞു. ഇത്രയും വർഷമായിട്ടും ഭരണാനുമതി നേടിയെടുക്കാൻ അങ്ങക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരുടെ വീഴ്ച, ആരുടെ കുറ്റം? ഇപ്പൊ നിങ്ങൾ പറയുന്നു 6 കോടി രൂപ അനുവദിച്ചു, ഇപ്പൊ 7 കോടി രൂപ അനുവദിച്ചു. എന്നാ ഇത് അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വർഷം മൊത്തം കിട്ടുന്ന ഫണ്ട് 5 കോടി രൂപ ആസ്തി വികസന ഫണ്ടും 1 കോടി രൂപ പ്രത്യേക വികസന ഫണ്ടും ലഭിക്കുന്ന ഒരു MLAക്ക് എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഈ 6 കോടി രൂപ ഇപ്പൊ അനുവദിച്ചു എന്ന് പറയുമ്പോൾ വേറെ ഒരു പദ്ധതിക്കും ഈ വർഷം പൈസ കൊടുത്തില്ലേ? പോട്ടെ, 2017 1 കോടി രൂപ കൊടുത്തിട്ട് അതിന് ഭരണാനുമതി വാങ്ങി, സാങ്കേതികാനുമതി വാങ്ങി, അതിന്റെ നിർമ്മാണ പ്രവർത്തനമോ അറ്റകുറ്റപ്പടിയോ നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പാർലമെന്റ് അംഗത്തിന്റെ കഴിവുകേടാണോ? അപ്പൊ ഈ വികസനം ഞാൻ ഈ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ രേഖയും ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. ഞാൻ തന്നെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ തന്നെ നേരിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങ് ഒരു കാര്യം കൂടി അറിയണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പരിശോധന 3 മാസത്തിലൊരിക്കൽ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. താങ്കൾക്ക് എല്ലാ കമ്മിറ്റിക്കും കത്തയക്കുന്ന ഒരു യോഗത്തിലെങ്കിലും അങ്ങ് വന്നിട്ടുണ്ടോ? ഈ അമൃത് പദ്ധതിയുടെ കുടിവെള്ള പദ്ധതി അടക്കം ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞാൻ ഒരു പ്രതിപക്ഷ MP ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ നിയമസഭാംഗങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ആ യോഗത്തെ. ഒരൊറ്റ യോഗത്തിന് നിങ്ങൾ ഏതെങ്കിലും 1-2 യോഗത്തിന് ബഹുമാനപ്പെട്ട 20 MLA വന്നു. അവിടെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വരുന്നുണ്ട്. അവിടെ ഈ അമൃത് പദ്ധതി അടക്കം കൊല്ലം ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യതയോടുകൂടി വിലയിരുത്തി അതിന്റെ നടത്തിപ്പ്, അതിന്റെ എല്ലാ കാര്യം, അതുപോലെ പദ്ധതികൾ, പുതിയ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ ഒരു ദിവസം അങ്ങയെപ്പോലെയുള്ള ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി ആ യോഗത്തിൽ നിന്ന് സംബന്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചെയർമാനാണ്, ജില്ലാ കളക്ടറാണ് എന്റെ കൺവീനർ. അവിടെ ചർച്ച ചെയ്തെടുത്ത പല തീരുമാനങ്ങളും NHM ഉൾപ്പെടെ, തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നടപ്പാക്കുന്ന ആ യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവിടെ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് വരെ പങ്കെടുക്കുകയോ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയോ ചെയ്യാതെ ഇപ്പൊ ഏകപക്ഷീയമായിട്ട് ഞങ്ങളെയൊക്കെ വികസന പ്രവർത്തനം പഠിപ്പിക്കാൻ 1746 കോടി രൂപയുടെ വികസന പദ്ധതി പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. പിന്നെ MP ഫണ്ടിന്റെ വിനിയോഗം കൃത്യമായിട്ടുള്ള ഡേറ്റ അല്ലേ കൊടുത്തിട്ടുള്ളത്? ഞങ്ങളിതിന്റെ ഡേറ്റ കൊടുത്തിട്ടുള്ളത് ഇതൊന്നും കള്ളമല്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ളത് MLA ഫണ്ട് അനുവദിച്ചത്, MP ഫണ്ട് അനുവദിച്ചതാ. അതിന്റെ ഗ്രാഫിക് ഡിസൈൻ ഉൾപ്പെടെ ഓരോ മേഖലയ്ക്കും അനുവദിച്ച ഫണ്ട്, ചെലവഴിച്ച തുകയുടെ കൃത്യമായ വിവരമല്ലേ MP ഫണ്ടിന്റെ 5 വർഷത്തെ. ഇത് ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യുക ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ്
പബ്ലിഷ് ചെയ്യാൻ, എന്നിട്ട് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തും നടപ്പാക്കിയിട്ടുണ്ട്, ഓരോ സെക്ടർ തിരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ഇത് വികസനോന്മുഖ പ്രവർത്തനം. ഞാൻ ഇനി ഇതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ വേറെ പ്രശ്നമുണ്ട്. ഞാനിത് പറയാനല്ല സത്യത്തിൽ യോഗം. ഇതിന്റെ രണ്ട്, പാർലമെന്ററി പെർഫോമൻസ്, അത് ചർച്ച ചെയ്യണ്ടേ? ചോദ്യം ചോദിച്ചത് പരിഹസിച്ചുകൊണ്ട് അങ്ങ് സംസാരിച്ചു. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, കൂടുതൽ ചോദ്യങ്ങൾ, അത് വേണ്ട മോശപ്പെട്ട കാര്യമാണ് എന്ന നിലയിൽ എല്ലാത്തിനെയും ഹാസ്യാത്മകമായി ചിത്രീകരിച്ച് ലഘൂകരിച്ചങ്ങ് പോകാമെന്ന് രാഷ്ട്രീയത്തിൽ വിചാരിക്കേണ്ട. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, പൊതുപ്രവർത്തനമാണ്. പാർലമെന്ററി രംഗത്തെ പെർഫോമൻസ് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ ഡിബേറ്റ് ആകാമെന്ന് പറഞ്ഞത് അവിടെയാണ്. ആ പാർലമെന്ററി രംഗത്തെ പെർഫോമൻസിൽ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷക്കാലം നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഞാൻ ചാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാർലമെന്റിന്റെ രേഖകളാണ്. ചോദിച്ച ചോദ്യങ്ങൾ, ചർച്ചകൾ, സ്വകാര്യ ബില്ലുകൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഡേറ്റ സഹിതം കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്യൂട്ട് ചെയ്യാവോ? നിയമസഭാംഗം എന്ന നിലയിൽ അങ്ങയുടെ നിയമസഭാ പെർഫോമൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇതുപോലെ ഒന്ന് പബ്ലിഷ് ചെയ്യാവോ? കൊല്ലത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിധ്വനിക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണമെന്ന് പറയുന്ന അങ്ങയുടെ ശബ്ദം എത്രമാത്രം കേരള നിയമസഭയിൽ 8 വർഷം പ്രതിധ്വനിച്ചു? കൊല്ലത്തിന്റെ ശബ്ദം എന്നൊന്ന് ആദ്യം പറ. പറഞ്ഞു പറയിപ്പിക്കരുത് ദേവിയത്. പാർലമെന്ററി രംഗത്തെ പെർഫോമൻസ് അല്ലേ സാർ? ഒരു പാർലമെന്റ് രംഗത്തിന്റെ പ്രധാന ജോലി എന്താണ്? നിയമനിർമ്മാണ രംഗത്ത്, നയരൂപീകരണ പ്രക്രിയയിൽ പാർലമെന്ററി രംഗത്തെ ഇടപെടലുകൾ തന്നെയാണ് ഏറ്റവും പ്രഥമവും പ്രധാനവും. നിങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്താ ചർച്ച ചെയ്യാത്തത്? അത് ചർച്ച ചെയ്യുന്നതിന് പകരം തോട്, റോഡ്, പാലം എന്ന കണക്കിന് സങ്കുചിതമായ ചില വിഷയങ്ങളിലേക്ക് ചുറ്റി പ്രശ്നത്തെ മുഴുവൻ പരിമിതപ്പെടുത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങളില്ല. മാത്രവുമല്ല, ഗൗരവതരമായ ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ, കൊല്ലത്ത് മാത്രമല്ല പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുവായ പ്രശ്നം ഉന്നയിക്കാനായത് ഇപ്പോൾ ഇവിടെ എവിടെ പോയാലും ചർച്ച ചെയ്യുന്ന വികസനം. ഞാൻ ചോദിച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഗുരുതരമായ ഭരണരംഗത്തുള്ള വീഴ്ച ചർച്ച ചെയ്യുന്നുണ്ടോ? വിലക്കയറ്റം ചർച്ച ചെയ്യുന്നുണ്ടോ? പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവ്, അതിന്മേൽ ഏർപ്പെടുത്തിയ സെസ്, സപ്ലൈകോ മുഖാന്തരം വിതരണം ചെയ്യുന്ന 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടി, വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുന്നു, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് റോക്കറ്റിന്റെ വേഗതയിൽ കുതിച്ചുയരുകയാണ്. 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക 2 മാസം കൊടുത്തു, 5 മാസം ബാക്കി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഗഡുക്കളായി കൊടുക്കുന്നു. KSRTC ജീവനക്കാർക്ക് ശമ്പളം വല്ലപ്പോഴും കൊടുക്കും, പെൻഷൻ ഇല്ല. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ തല്ലിക്കൊന്നു, ഭീകരമായി പ്രാകൃതമായ നിലയിൽ തല്ലിക്കൊന്നു. ചർച്ച വേണ്ടേ? നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ ക്യാമ്പസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധോലോക സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുടെ പിടിയിലായി. അവർക്ക് മുഴുവൻ സംരക്ഷണ കവചം ഒരുക്കുന്ന സംവിധാനമായി കേരളത്തിന്റെ ഭരണ സംവിധാനം മാറി. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി അന്യരാജ്യങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്യുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ നിലയിൽ കേരളം പോയാൽ 5 വർഷത്തിനകം കേരളം ഒരു വയോജന സംസ്ഥാനമായി, ഓൾഡ് ഏജ് സ്റ്റേറ്റ് ആയി കേരളം മാറുന്നു. ഇതല്ലേ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്? ബോംബ് നിർമ്മിക്കുന്നു. എന്തിനായി ബോംബ് നിർമ്മിക്കുന്നു? ആരെ കൊല്ലാൻ? സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ബോംബ് നിർമ്മിച്ച് പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗവൺമെന്റിന്റെ മുറയിൽ എന്താണ്? ഇതൊക്കെയല്ലേ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടത്? ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യണ്ടേ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിനെ അപ്രസക്തമാക്കി അധികാരത്തിൽ നിന്ന് മാറ്റിയാൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന രാഷ്ട്രീയ ശക്തി ആര്? കോൺഗ്രസ് ആണ് എന്ന രാഷ്ട്രീയം, ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾ പല പ്രാവശ്യം പരിഹസിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു പല ചർച്ചകളിലും. ഒരാൾ പ്രധാനമന്ത്രിയാകാൻ വടക്കുന്ന് തെക്കോട്ട് വന്നു, കേരളത്തിൽ വന്നു, എന്തായി എന്നൊന്ന് പരിഹസിച്ചു. നിങ്ങൾ ആർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്? ആരെ അനുകൂലിച്ചാ സംസാരിക്കുന്നത്? എന്ത് രാഷ്ട്രീയമാണ്? ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, അതുപോലെ സമാന സ്വഭാവ അക്രമോത്സുക രാഷ്ട്രീയം, ഈ തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വീഴ്ചകളും പോരായ്മകളും പൊതുമണ്ഡലത്തിൽ ചർച്ചയാകാതിരിക്കാനാണ് ബോധപൂർവമായി ഈ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ വിഷയമെടുത്ത് ചർച്ച ചെയ്ത്
ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നിങ്ങളുടെ നയം, നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളുടെ തന്ത്രത്തിൽ വീഴാൻ പോകുന്നില്ല. ഈ പ്രശ്നങ്ങളാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വിഷയീകരിക്കേണ്ടത്. അത് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോകും. എന്ത് പറഞ്ഞാണ് കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, എന്ത് പറഞ്ഞിട്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഗവൺമെന്റിന് അല്ലെങ്കിൽ ജനങ്ങൾ വോട്ടർമാർ തയ്യാറാകേണ്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ, നിലപാടുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് അതിശക്തമായി വിമർശിക്കപ്പെടുകയില്ല. പൗരത്വ നിയമ ഭേദഗതി നിയമം, അതാണിപ്പോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അവസരത്തിൽ പോകുന്നില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ കല്ലുവച്ച പച്ച കള്ളം. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോ UDFന്റെ MP മാരെല്ലാം കോൺഗ്രസ് പ്രസിഡന്റ് അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ പോയി എന്ന് കല്ലുവച്ച പച്ച കള്ളം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായ യോഗങ്ങളിൽ പ്രസംഗിക്കുക, അത് ഏറ്റുപാടാൻ വേണ്ടി സൈബർ സംഘങ്ങൾ തയ്യാറാകുക, ഇതൊക്കെയാണോ പിന്നെ ഒരു പാർലമെന്റ്? ഇതൊക്കെ വേണ്ട ചർച്ച ചെയ്യാൻ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ലേ സത്യത്തിൽ? അപ്പൊ ഈ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, അക്രമോത്സുക രാഷ്ട്രീയം, ബോംബിന്റെ രാഷ്ട്രീയം, സിദ്ധാർത്ഥനെ പോലെയുള്ള കലാലയങ്ങൾ കലാപ ക്യാമ്പസുകളായി മാറിത്തീരുന്നത്, മാർക്ക് തിരുത്തൽ, മാർക്ക് വെട്ടിപ്പ്, വ്യാജ സർട്ടിഫിക്കറ്റ്, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വജനപക്ഷപാതം, അഴിമതി, ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരായി സംസ്ഥാനത്ത് ഉയർന്നുവന്ന്? ഇതൊന്നും ചർച്ച ചെയ്യേണ്ട. മുഴുവൻ ഈ പറയുന്ന പ്രാദേശിക കുരീപ്പുഴയിൽ എന്ത് ചെയ്തു, കടപ്പാക്കടയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കേരളപുരത്ത് എന്ത് ചെയ്തു, ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്തു, ആ ജംഗ്ഷൻ ഒരു പാർലമെന്റ് അംഗത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാണോ ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല? എത്ര ബാലിശവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചു കൊടുത്തവർ എതിർക്കാൻ മറ്റൊന്നുമില്ല. വാർഡ് തലത്തിൽ എന്ത് വികസന പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് പാർലമെന്റ് അംഗത്തോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വളരെ വളരെ നിർഭാഗ്യകരമാണ് CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ. പിന്നെ മറ്റൊരു ക്യാമ്പയിൻ നടത്തി, അതിപ്പോ ഏതാണ്ടൊരു പരിധിയായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉടൻ തന്നെ BJPയിലേക്ക് പോകുന്നുള്ള ക്യാമ്പയിൻ ആ സമൂഹത്തിനൊക്കെ നല്ലതുപോലെ മനസ്സിലായി, കൃത്യമായി അവർ പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യണ്ടേ നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? ഇതൊക്കെയല്ലേ ജനകീയ പ്രശ്നങ്ങൾ, ചർച്ച ചെയ്യപ്പെടേണ്ട ജനകീയ പ്രശ്നങ്ങൾ. പിൻവാതിൽ നിയമനത്തിന്റെ ഭാഗമായി PSC മുഖാന്തരം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർക്ക് നിയമനം ലഭിക്കാതെ ഇപ്പോഴും സമരം നടക്കുന്നുണ്ടല്ലോ. സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ, അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? അപ്പൊ ഈ ജനകീയ പ്രശ്നങ്ങൾ, മൗലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ചർച്ചയ്ക്ക് വരാൻ പാടില്ല. ഇതുപോലെ ഉന്നയിക്കപ്പെടുന്ന ചില വിവാദപരമായ വിഷയങ്ങൾ കൊണ്ടുവരിക, അതിൽ ചുറ്റിപ്പറ്റി മൗലികവും ഗൗരവതരവുമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചു വിടാനുള്ള നിങ്ങളുടെ നീക്കത്തെ നല്ലതുപോലെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് വളരെ പ്രോആക്റ്റീവായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഈ പ്രശ്നങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമായി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും. ബഹുമാനപ്പെട്ട MLA സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങ് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 24/7 MP ലൈവ് എന്ന ഈ ഡോക്യുമെന്റ്, ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റും അങ്ങ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖയും വെച്ചുള്ള സംവാദത്തിന്, ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞാൻ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള അങ്ങയുടെ പരാമർശവും, കല്യാണ വീട്ടിലും അതുപോലെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചിട്ട് മറ്റുള്ളവരുടെ തോളിൽ കൈയിട്ടും പ്രവർത്തനം നടത്തുന്നതാണ് ഒരു MP ജോലി എന്നൊക്കെ നിലയിൽ പരിഹസിച്ചുകൊണ്ട് നടത്തുന്ന വർത്തമാനങ്ങൾ എനിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്തസ്സായി പാർലമെന്റിൽ പോയി പെർഫോം ചെയ്ത്, കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ A to Z ഇൻവോൾവ് ചെയ്ത്, സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച്, അങ്ങനെയാണ് ഈ പൊതു സ്വീകാര്യത ഉണ്ടാക്കിയത്. ചുമ്മാതെയല്ല. ഈ പബ്ലിക് അക്സെപ്റ്റൻസ്, പൊതു സ്വീകാര്യത ഉണ്ടാകുന്നത് ചുമ്മാതെ കിട്ടുന്നതല്ല, എളുപ്പത്തിൽ കിട്ടുന്നതുമല്ല. കഠിനാധ്വാനം ചെയ്തിട്ടാണ് പാവങ്ങളോടൊപ്പം, സാധാരണക്കാരോടൊപ്പം, ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ വിഷയങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ, കോവിഡ് കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, ദുരന്തമുള്ളപ്പോ പോവും, കല്യാണത്തിനും മരണത്തിനും പോവും. ഞാൻ കല്യാണ വീടുകളിലും മരണ വീടുകളിലും അവരുടെ സുഖ ദുഃഖങ്ങളിൽ അവരോടൊപ്പം പങ്കുചേരും.
ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയണമെന്ന് വിചാരിച്ചതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലുണ്ടോ, കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഒരു നിയമസഭാംഗത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ അന്യായം കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ? ആ ഗവൺമെന്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ ആ MLA-യുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോലീസ് ആ MLA-ക്കെതിരായിട്ട് FIR എടുക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയുള്ള സംഭവമാണ്. അതിനാദ്യം മറുപടി പറയാം. കല്യാണത്തിന് പോകുന്നതും സൗഹൃദ വിരുന്നുകൾക്ക് പോകുന്നതും മരണാനന്തര ചടങ്ങുകൾക്ക് പോകുന്നതും ഒക്കെയാണ് വലിയ അപാകത എന്നുണ്ടെങ്കിൽ, ഞാനല്ലോ നിങ്ങളുടെ പോലീസല്ലേ? സത്യത്തിൽ CPM സംസ്ഥാനത്ത് ഭരിക്കുമ്പോഴല്ലേ ഒരു പെറ്റീഷനിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തത്, സ്ഥലത്ത് നിയമസഭാംഗത്തെ കാണാനില്ല എന്ന് പറഞ്ഞ്? അപ്പൊ ഇതിന് പോകുന്നതും മണ്ഡലത്തിൽ സജീവമാകുന്നതുമാണോ തെറ്റ്? ഞാൻ അവസാനിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു പ്രശ്നം കൂടി. ഇവിടെ ഒരു കടൽക്ഷോഭം ഉണ്ടായല്ലോ കൊല്ലത്ത്, കടപ്പുറത്ത്, മുണ്ടക്കൽ കടൽ തീരത്ത്. നിരവധി വീടുകളല്ലേ തകർന്നടിഞ്ഞ് താഴെ വീണുപോയത് 1-2 ദിവസത്തെ കടലാക്രമണത്തിൽ. ഞാൻ അവിടെ പോയിരുന്നു 2-3 പ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നു. അവരുടെ പരാതികൾ കേട്ടു, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു, ചർച്ച ചെയ്തു, അവരെ സ്വാന്തനപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ തൽസ്ഥലത്ത് തന്നെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു. കൊല്ലം പട്ടണത്തിലെ നിയമസഭാംഗവും ഇപ്പോഴത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അങ്ങ് ആ കടപ്പുറത്തൊന്ന് പോയി ആ പാവങ്ങളെ ഒന്ന് സന്ദർശിച്ച് അവരെ ഒന്ന് സ്വാന്തനപ്പെടുത്താൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നൊന്ന് പോയി നോക്കാൻ, ഒന്ന് കാണാൻ തയ്യാറായോ? അപ്പൊ പ്രാദേശികമായ വിഷയങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഒരു പോരായ്മയാണോ? MP-യുടെ പോരായ്മയായിട്ടാണോ അങ്ങ് വിലയിരുത്തുന്നത്? അതൊരു പോരായ്മയാണെങ്കിൽ അതൊരു വലിയ അംഗീകാരമായി ഞാൻ കരുതുന്നു. അതാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി, അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടി തൊഴിലാളികളുമായി അവരുടെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാനും അതൊക്കെ ബന്ധപ്പെട്ട വേദികളിൽ ഉന്നയിക്കാനുമാണ് പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ. അത് പരിഹാസ്യമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരുപക്ഷെ പരിചയക്കുറവിന്റെ ഇതുകൊണ്ടാകാം, അതല്ലെങ്കിൽ ബോധപൂർവമാണെങ്കിൽ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ജനങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നൽകും. അങ്ങയുടെ പ്രസംഗത്തിൽ അവസാനം സൂചിപ്പിച്ചതുപോലെ ജൂൺ 4-ന് ജനങ്ങൾ നടത്തുന്ന ജനവിധിയിൽ ഇതിനുള്ള കൃത്യമായ മറുപടി പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ. നമുക്ക് ജനവിധി കാത്തിരിക്കാം. അത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.